കാട്ടുതീയിൽ നിന്നും ജീവൻ തിരിച്ചു കിട്ടിയതിൻ്റെ ആശ്വാസത്തിലാണ് ഹോളിവുഡ് സംവിധായിക മീര മേനോനും കുടുംബവും. പക്ഷേ വീട് പകുതിയും കാട്ടുതീ കവർന്നു. വിലപിടിപ്പുള്ള പലതും നഷ്ടമായി. അവ എങ്ങനെ വീണ്ടെടുക്കുമെന്നറിയാതെ വിഷമത്തിലാണ് മലയാളിയായ മീര മേനോനും ഭർത്താവും. കാട്ടുതീ ലോസ് ആഞ്ചലസിൽ സർവ്വസാധാരണമാണെങ്കിലും ഇത്തരമൊരു അനുഭവം ആദ്യമാണെന്ന് മീര പറയുന്നു. ആളിപ്പടർന്ന തീയിൽ നിന്നും അവസാന നിമിഷമാണ് രക്ഷപ്പെട്ടതെന്നും മീര പറഞ്ഞു. ലോസ് ആഞ്ചലസ് വിമാനത്താവളത്തിന് സമീപം സഹോദരി ഡോക്ടർ താരയുടെ വീട്ടിലിരുന്നാണ് മീര സിനിമയെ വില്ലുന്ന രക്ഷപ്പെടലിൻ്റെ കഥ പറയുന്നത്. മീരയും ഭർത്താവും 3 വയസ്സുള്ള കുഞ്ഞും രക്ഷപ്പെട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഇവർ താമസിച്ചിരുന്ന പ്രദേശവും റോഡുകളുമെല്ലാം തീ പടർന്നിരുന്നു. ലോസ് ആഞ്ചലസിൻ്റെ വടക്കു ഭാഗത്തുള്ള അൾട്ടാഡീനയിലാണ് മീരയും കുടുംബവും താമസിക്കുന്നത്. ഹോളിവുഡ് സിനിമാ പ്രവർത്തകരാണ് അയൽക്കാരെല്ലാം. സാൻഡാസ് ഫെസ്റ്റിവലിലേക്ക് തൻ്റെ ഡിഡിൻ്റെ ഡൈ എന്ന ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ സന്തോഷത്തിലായിരുന്നു മീരയും ഭർത്താവ് പോൾ ഗ്ലീസനും. 22-ന് തുടങ്ങുന്ന മേളയിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇരുവരും. 7-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം വീട്ടിലെത്തുമ്പോൾ വൈദ്യുതി ഇല്ലായിരുന്നു. സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല. സുഹൃത്തുക്കളോട് അന്വേഷിച്ചപ്പോഴാണ് കാട്ടുതീയെപ്പറ്റി അറിയുന്നത്. കാട്ടുതീ ഇവിടെ സാധാരണ സംഭവമാണ്. ടൗണിനെ ബാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഭയപ്പാട് ഒന്നും തോന്നിയതുമില്ല. വൈദ്യുതി ഇല്ലാത്തതിനാൽ TV കാണാനോ ജോലി ചെയ്യാനോ പറ്റാത്തതിനാൽ കിടക്കാൻ തീരുമാനിച്ചു. 3 വയസ്സുള്ള മകൾ ലക്ഷ്മിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. രാത്രി 7 മണിയോടെ ഭക്ഷണം കഴിച്ച് കിടന്നു. ചെറുതായി മയങ്ങിയപ്പോഴാണ് വാതിലിൽ ആരോ മുട്ടുന്നത് പോലെ തോന്നിയത്. അടുത്തുള്ള വീട്ടിലെ ജെയിൻ ആൻറ്റിയാണ്. അവർ പല പ്രാവശ്യം ഫോണിൽ വിളിച്ചെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു. കോളിംഗ് ബെൽ പ്രവർത്തിക്കുന്നുമില്ലായിരുന്നു. അതിനാലാണ് പടി കയറിയെത്തിയ വാതിലും മുട്ടിയത്. വിവരമറിഞ്ഞതോടെ ഭയന്നു പോയി. കയ്യിൽ കിട്ടിയ സാധനങ്ങളും രേഖകളും എടുത്ത് ഞങ്ങൾ കാറിൽ കയറി. റോഡിലെത്തിയപ്പോഴാണ് സംഭവത്തിന്റെ ഭീകരത മനസ്സിലാവുന്നത്. ഇരുവശത്തുമുള്ള മലകളിൽ തീ പടരുകയാണ്. 25 കിലോമീറ്റർ അകലെ ചേച്ചി താരയുടെ വീട്ടിലെത്തിയത് 1 മണിക്കൂർ കൊണ്ടാണ്. പിറ്റേന്ന് ഉണർന്നപ്പോഴാണ് ഞങ്ങളുടെ വീടിന്റെ പകുതി ഭാഗം കത്തി നശിച്ച കാര്യം അറിഞ്ഞത്. ഞങ്ങൾ രക്ഷപ്പെട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ടൗണും റോഡുകളുമെല്ലാം തീ വിഴുങ്ങുകയായിരുന്നു. വീടിനുള്ളിലെ മെഴുകുതിരി വെളിച്ചം കണ്ടാണ് ജെയിൻ ആൻറ്റി കയറി വന്നത്. അവർ വന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല, മീര പറയുന്നു. ഹോളിവുഡിൽ ആനിമേഷൻ ജോലി ചെയ്യുകയാണ് മീരയുടെ ഭർത്താവ് പോൾ. ഇരുവരും ചേർന്നാണ് ഡിഡിൻ ഡൈയുടെ തിരക്കഥ എഴുതിയത്. യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ കാലിഫോർണിയയിലെ സ്കൂൾ ഓഫ് സിനിമാറ്റിക് ആർട്സിൽ നിന്നും സംവിധാനത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ആളാണ് മീര. മീസ് മാർവൽ എന്ന വെബ് സീരീസിലെ 2 എപ്പിസോഡ് സംവിധാനം ചെയ്തു. ഇക്വിറ്റി, ഫാറ ഗോഡ് ബാങ് എന്നിവയാണ് മറ്റു പ്രധാന ചിത്രങ്ങൾ. പാലക്കാട് സ്വദേശിയായ ചലച്ചിത്ര നിർമ്മാതാവ് താര ആർട്സ് വിജയൻ മേനോനാണ് അച്ഛൻ.